ഈ ഒരുമിച്ചുകൂടൽ അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടൊരു കർമ്മമാക്കി മാറ്റുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടിയതുപോലെ സ്വർഗത്തിലും ഒരുമിച്ചുകൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമളാൻ മാസം ലോകത്തുള്ള വിശ്വാസികൾ മുഴുവനും, പ്രായമുള്ളവരും യുവാക്കളും കൊച്ചനുജന്മാരും എല്ലാവരും, വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന, പാരത്രിക ലോകത്തിന് ഓർമ്മയുള്ള, സ്വർഗത്തിൽ കടക്കണമെന്നാഗ്രഹമുള്ള, പാരത്രിക ലോകത്തുള്ള രക്ഷാശിക്ഷകളെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികൾ മുഴുവനും സാഗൂതം കാത്തിരിക്കുകയാണ് റമളാന്റെ വരവിനെ. റമളാൻ മാസം സയ്യിദ് ശുഹൂർ, എല്ലാ മാസങ്ങളുടെയും നേതാവായ റമളാൻ മാസം, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന റമളാൻ മാസം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന റമളാൻ മാസം. റമളാൻ മാസം ഉദയം ചെയ്യുമ്പോൾ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ഭൂമി ലോകത്തേക്ക് അവന്റെ യഥാർത്ഥ അടിമകൾക്ക് നൽകുകയാണ്. ഒരു ഹദീസിൽ കാണാം, റമളാൻ മാസം തുടക്കം കുറിക്കുന്ന അന്ന് അർശിന്റെ താഴ്ഭാഗത്ത് നിന്നൊരു കാറ്റടിച്ചു വീശുന്നു. ആ കാറ്റിന്റെ ശക്തി കൊണ്ട് സ്വർഗത്തുള്ള മരങ്ങളുടെ ഇലകളൊക്കെ കൈയടിക്കുകയാണ്, ശബ്ദമുണ്ടാക്കുകയാണ്. ആ ശബ്ദം കേട്ടുകൊണ്ട് സ്വർഗത്തിലെ സുന്ദരികളാകുന്ന തരുണിമണികൾ, ഹൂർലിങ്ങൾ പറയും, പടച്ചവനെ, ഞങ്ങൾക്ക് റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്ന ഇണകളെ തരണമേ എന്ന് ദുആ ചെയ്യുമെന്ന് ഹദീസുകളിൽ കാണാം. അത്രയും വിശാലമായ ആകാശഭൂമികൾ, സന്തോഷിക്കുന്ന പർവ്വതങ്ങളും ജന്തുക്കളും സസ്യങ്ങളും എല്ലാം പാരാപാരം പോലെ പരന്നു കിടക്കുന്ന പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിലെ ഗാലക്സികളും എല്ലാം സന്തോഷിക്കുന്ന ഒരു മാസമാണ് റമളാൻ മാസം എന്നുള്ളത്. ആ റമളാൻ മാസത്തിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പണ്ഡിതന്മാര് പറയുന്നു. ഖുർആൻ വ്യാഖ്യാന പണ്ഡിതന്മാര് പറയുന്നു, യംദഹുല്ലാഹു സുബ്ഹാനഹു വ തആല ശഹ്റ റമളാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിനെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. ഖുർആൻ ഇറക്കപ്പെട്ട മാസം അതൊരു സംഭവമാണ്. ഇത് അല്ലാഹുവിന്റെ പ്രകീർത്തനമാണ്. വേറെ ഒരുപാട് മഹത്വങ്ങൾ റമളാൻ മാസത്തിനുണ്ടെങ്കിലും അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാതെ, പരാമർശിക്കാതെ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റമളാന്റെ മഹത്വം പറയുന്നത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവരുന്നുണ്ട്. ഖുർആൻ മാത്രമല്ല, എല്ലാ വേദഗ്രന്ഥങ്ങളും അല്ലാഹുവിങ്കൽ നിന്ന് അവതീർണമായ സർവശക്തനായ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഴുവൻ ഗ്രന്ഥങ്ങളും അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസമാണ്. ഉൻസില സുഹ്ഫ് ഇബ്രാഹിം, തൗറാത്തും ഇൻജീലും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയുടെ ഏടുകളും, ഏത് ഏടുകളായാലും വേദഗ്രന്ഥങ്ങളായാലും എല്ലാം അവതരിപ്പിക്കപ്പെട്ടത് റമളാൻ മാസമാണ്. ഖുർആന്റെ അവതരണം അതൊരു അത്ഭുതമാണ്, മഹാസംഭവമാണ്. ഖുർആൻ മനുഷ്യനെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് നയിക്കാൻ, സദാചാര മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഹുദൽ ലിന്നാസ്. ഖുർആന്റെ വിശേഷണം അല്ലാഹു പറയുന്നത് മാനവലോകത്തിന്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, മനുഷ്യർക്ക് അതൊരു ഹുദയാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏത് മനുഷ്യരുണ്ടോ, അത് ഏത് രാജ്യത്തുള്ളവരായാലും ഏത് പ്രദേശത്തുള്ളവരായാലും അവർക്ക് മുഴുവനും ഹുദയാണ്, സന്മാർഗമാണ് ഖുർആൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ,
ഖുർആന്റെ അവതരണം ഒരു മഹാസംഭവമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അത് അല്ലാഹു തന്നെ സൂചിപ്പിച്ചല്ലോ. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള വിശ്വവിഖ്യാത പണ്ഡിതനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ ബാഖിയത്തിൻ വഖാത്ത് ഔസത ഖൗ ഇല്ലാ വലഹാ ദലീലും ഫീ കിതാബില്ലാഹ്. ലോകത്ത് ഏതെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും, ഏതെല്ലാം കാര്യങ്ങൾ സംഭവിച്ചത്, സംഭവിക്കാൻ പോകുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ക്ലോണിംഗ് ആയാലും ടെസ്റ്റ് ട്യൂബ് ശിശുവായാലും രക്തബാങ്കായാലും ബീജബാങ്കായാലും, ലോകത്തുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ തെളിവുണ്ട്, പരിഹാരമുണ്ട്. ആരാ പറയുന്നത്? ഒരു സമസ്തയുടെ പണ്ഡിതനല്ല, ഏതെങ്കിലും SYSന്റെയോ SSFന്റെയോ ഒരു പ്രവർത്തകനോ പണ്ഡിതനോ അല്ല, ഇന്നുള്ള ഏതെങ്കിലും സംഘടനയുടെ ആധികാരിക ശബ്ദമല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഖുറൈശി പണ്ഡിതൻ വരുമെന്ന്, ലോകത്തിന്റെ മുക്കുമൂലകൾ വിജ്ഞാനത്തിന്റെ സാഗരമാക്കി മാറ്റുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പ്രവചിച്ച ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, എല്ലാ പ്രശ്നത്തിന്റെ പരിഹാരം ഖുർആനിലുണ്ട്. ആ ഖുർആനെ പോലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉള്ള ഒരു വേദഗ്രന്ഥം മറ്റത് ഇല്ലേയില്ല. ഖുർആനെ പോലത്തെ അർത്ഥവ്യാപ്തിയുള്ള സാഹിത്യ സമ്പുഷ്ടമായ ഒരു ഗ്രന്ഥം വേറെയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാന്റെ മഹത്വമായി പറയുന്നത്, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്ലസും വമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്ലസും. ആരെങ്കിലും നിങ്ങളിൽ റമളാൻ മാസത്തിൽ ഹാജറുള്ളവർ, സ്ഥലത്തുള്ളവർ, റമളാൻ മാസത്തിൽ ഹാജറുള്ളവർ, ഫല്ലസുംഹു, അവർ നോമ്പ് നോക്കണം. അവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. റമളാൻ മാസത്തിൽ ഹാജറുള്ളവർ, അവർ ഖുർആന വിശ്വാസമുള്ളവർ, ഖുർആനെ അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഖുർആനോട് സ്നേഹമുള്ളവർ, പ്രതിബദ്ധതയുള്ളവർ, ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്ലസും, അവർ നോമ്പ് നോക്കുക തന്നെ വേണം. പക്ഷേ ഖുർആനോട് സ്നേഹമുള്ള എല്ലാവർക്കും ചിലപ്പോൾ നോമ്പ് നോക്കാൻ കഴിയണമെന്നില്ല. ഖുർആൻ അംഗീകരിക്കുന്ന, ഖുർആനോട് പ്രതിബദ്ധതയുള്ള, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ചിലപ്പോൾ നോമ്പ് നോക്കാൻ കഴിയണമെന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടുശേഷം പറയുന്നു, വമൻ കാന മരീളൻ ഔ അലാ സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. എല്ലാവർക്കും നോമ്പ് നോക്കാൻ കഴിയണമെന്നില്ല. രോഗികളുണ്ടാകാം, യാത്ര ദൈർഘ്യമായ പ്രയാസമുള്ള, നോമ്പ് നോക്കാൻ ബുദ്ധിമുട്ടുള്ള യാത്ര ചെയ്യുന്നവരുണ്ടാകാം. അവരെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, വമൻ കാന മരീളൻ, ആരെങ്കിലും രോഗിയായാൽ, നോമ്പ് നോക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യാത്രയാണെങ്കിൽ വിശാലമായ ദൈർഘ്യമായ യാത്ര, നോമ്പ് നോക്കാൻ പ്രയാസമുള്ള യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ ആ റമളാൻ മാസം നോമ്പ് നോക്കണമെന്നില്ല. മറ്റു ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ നിർബന്ധമാണ്. റമളാൻ മാസത്തിൽ ആദ്യ ഹാജറുണ്ടോ, സന്നിഹിതരാണോ, അവർക്ക് നോമ്പ് നോക്കൽ നിർബന്ധമാണ്. രോഗികളാണെങ്കിൽ, നോമ്പ് നോക്കാൻ കഴിയാത്ത രോഗമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് മുല കൊടുക്കുന്ന ഉമ്മമാർ, ഗർഭവതികളായ ഉമ്മമാർ, ആ കാരണം കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അവർ മറ്റു ദിവസങ്ങളിൽ ആ നോമ്പ് ഖളാ വീട്ടണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഗർഭവതികളായ സഹോദരിമാർ കുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, കുട്ടികളെ പേടിച്ചുകൊണ്ടാണ് നോമ്പ് മുറിച്ചതെങ്കിൽ അവർ നോമ്പ് ഖളാ വീട്ടുകയും വേണം. മിസ്കീന്മാർക്ക് ഒരു നോമ്പ്, ഓരോ നോമ്പിന്റെയും കണക്കനുസരിച്ച് ഭക്ഷണം വിതരണം ചെയ്യണം. അവരെ ഭക്ഷിപ്പിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മുല കൊടുക്കുന്ന ഉമ്മമാർ, ഗർഭിണികളായ ഉമ്മമാർ കുട്ടിയെ പേടിച്ചുകൊണ്ടാണ് നോമ്പ് മുറിച്ചതെങ്കിൽ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതോടുകൂടെ തന്നെ പാപങ്ങൾക്ക് ഓരോ നോമ്പിനും ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
പറയുന്നു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. എന്റെ കൂട്ടുകാരെ, മുസ്ലിമീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര. ഇതുകൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, പ്രയാസമല്ല. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. ഈ പറയപ്പെട്ട ആനുകൂല്യം പ്രായമുള്ളവർക്ക്, രോഗികൾക്ക്, നോമ്പ് നോക്കാൻ കഴിയാത്തവർക്കുള്ള ഇളവനുവദിച്ചത് അല്ലാഹു എളുപ്പം ആഗ്രഹിച്ചുകൊണ്ടാണ്. ബുദ്ധിമുട്ടല്ല, പ്രയാസമല്ല. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിച്ചിട്ടില്ലേ ഇല്ല. വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലിതുക്മിലുൽ ഇദ്ദ. നോമ്പ് നോക്കാൻ കഴിയാത്തവർ റമളാൻ മാസത്തിൽ നോമ്പ് നോക്കാൻ കഴിയാത്തവർ മറ്റുള്ള ദിവസങ്ങളിൽ നോമ്പ് നോക്കണം. എന്തിനു വേണ്ടിയാ? വലിതുക്മിലുൽ ഇദ്ദ. റമളാൻ മാസത്തിന്റെ എണ്ണം പൂർത്തിയാവണം. 30 അല്ലെങ്കിൽ 29 പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ദിവസങ്ങളിൽ നോമ്പ് നോറ്റ് ആ റമളാൻ മാസത്തിന്റെ എണ്ണം നിങ്ങൾ പൂർത്തിയാക്കണം. വലിതുകബ്ബിറുല്ലാഹ്. ഈ നോമ്പ് നോക്കുന്നത്, ഖളാ വീട്ടുന്നത്, റമളാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത്, കഴിയാത്തവര് ഖളാ വീട്ടുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സൃഷ്ടിയുടെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടല്ല, ഒരു മനുഷ്യന്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ടല്ല. വലിതുകബ്ബിറുല്ലാഹ്. അള്ളാഹുവിന്റെ മഹത്വം. അവനാണ് വലിയവൻ. അള്ളാഹുവിനെ പോലെ വലിയവനില്ല. നാമൊക്കെ നിസ്സാരന്മാരാണ്. ഈ ലോകത്ത് ഏറ്റവും സ്വയം കഴിവുള്ളവനും വലിയവനും അള്ളാഹു മാത്രമാണ്. വലിതുകബ്ബിറുല്ലാഹ്. അള്ളാഹുവിനെ വലിയവനാക്കുക, അള്ളാഹു വലിയവനാണെന്ന് പ്രഖ്യാപിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദിയുള്ളവരാകുക, തക്ബീറുകളും തസ്ബീഹുകളും ചെല്ലുക. അലാ മാ ഹദാകും. നിങ്ങൾക്കവൻ ഒരുപാട് ഹിദായത്തുകൾ, സന്മാർഗങ്ങൾ, അനുഗ്രഹങ്ങൾ ചെയ്തു തന്നതിന്റെ പേരിൽ വലഅല്ലകും തശ്കുറൂൻ. നിങ്ങൾ നന്ദിയുള്ളവരാകും. ഈ പറയപ്പെട്ട പ്രകാരം നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നന്ദിയുള്ളവരാകുമെന്ന് ഖുർആൻ പറയുന്നു. എന്റെ കൂട്ടുകാരെ, സഹോദരന്മാരെ, ഈ ആയത്ത്